നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റെയും വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇനി എന്താണെങ്കിലും വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മളെല്ലാവരും നെഞ്ചിരിപ്പോട് കൂടിയിട്ടോ നമുക്ക് ആ രംഗങ്ങളൊക്കെ കാണാൻ സാധിക്കുള്ളൂ. നമ്മളൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഓരോ ദിവസവും ത്രില്ലിംഗ് ആയിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. ചെയ്തതിൽ വെച്ച ഏറ്റവും നല്ല കഥയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. എനിക്കെന്നല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ നമ്മൾ കാണുന്ന വൈജയന്തി ആകെപ്പാടെ ടെൻഷൻ അടിച്ചാണ് കടപ്പാട്ട് വീട്ടിലേക്ക് വരുന്നത്. കാരണം കേട്ട കാര്യങ്ങളൊന്നും വൈജയന്തിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ബാലചന്ദ്രൻ്റെ മോളാണ് അലീന. അപ്പം തന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ബാലചന്ദ്രന് ഒരു ബന്ധമുണ്ടായിരുന്നു, അതിനകത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. വൈജയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, തന്നെ ബാലചന്ദ്രൻ ചതിച്ചു. അപ്പൊ വൈജയന്തി ചെയ്ത തെറ്റായിട്ട് വൈജയന്തിക്ക് തോന്നില്ല. വൈജയന്തി ഇതിനു മുമ്പ് ഇതൊക്കെ തന്നെയല്ലേ ചെയ്തത്. പക്ഷെ ബാലചന്ദ്രൻ ചെയ്തപ്പം വൈജയ്ക്ക് അത് വലിയ കുറ്റമായിട്ട് തോന്നി. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും വൈജയന്തിയുടെ തലയ്ക്കകത്ത് ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുകഞ്ഞു കത്തുവാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അലീന ഭയങ്കര സന്തോഷത്തോടു കൂടി വന്ന് വാതിൽ തുറന്ന് വൈജയന്തി അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, മാഡം കുടിക്കാനോ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കണം. കുടിക്കാനോ? ഒരു കാര്യം ചെയ്യാം, നീ എനിക്ക് കുറച്ച് വിഷം അങ്ങോട്ട് കലക്കിത്താ, അതെനിക്ക് ആദ്യം വേണ്ടേന്ന് പറയണം. അലീന ഒരു നിമിഷം ഞെട്ടിപ്പോയി. അലീനയ്ക്ക് എന്താന്ന് മനസ്സിലായില്ല. നിനക്കൊന്നും അറിയത്തില്ലല്ലേ, എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ കൊല്ലാനായിട്ടല്ലേ? എനിക്കറിയായിരുന്നടി നീ അന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ, ഇവിടുന്ന് പോകാതിരുന്നപ്പോൾ തന്നെ അതിന് പിന്നിൽ എന്തോ ഒരു കാരണം ഉണ്ടായിരിക്കുമെന്ന്. പക്ഷെ അത് ഇത്രയ്ക്കാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീയും ബാലേന്ദ്രനും എല്ലാവരും കൂടെ കൂടി എന്നെ തകർത്ത് കളഞ്ഞല്ലോടി. നിന്നെ ഇവിടെ സ്വസ്ഥതയോടെ സമാധാനത്തോടും കൂടി ഞാൻ ജീവിക്കാൻ വിടുമെന്ന് ഓർത്താണോ നീ ഇരിക്കുന്നത്? ഒരിക്കലും ഇല്ല എന്നൊക്കെ അലീനെ വെല്ലുവിളിച്ചിട്ട് വൈജയന്തി അങ്ങോട്ടേക്ക് കയറി പോകണം. അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം തൻ്റെ അമ്മയോട് വേറെ ഒരു കഥയാണ് പറഞ്ഞിരിക്കുന്നത്, അതൊരു നുണക്കഥ. ആ കഥ വിശ്വസിച്ചിട്ടാണ് ഇവിടെ വന്ന് തന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താൻ അച്ഛൻ്റെ മോളാന്ന് വിശ്വസിച്ച് വന്നിരിക്കുക, താൻ അമ്മയുടെ മോളാന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ലല്ലോ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായി. ആ മനസ്സിൻ്റെ വേദന അലീന മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അലീന നേരെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ലെന്ന് പറയണം. അതെന്താ? പാവം എല്ലാവരും കൂടെ അതിനെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുമെന്ന് പറയണം. കുരങ്ങ് കളിപ്പിക്കുന്ന ആരെ? അല്ല മാഡത്തിന്. ഓ അതാണോ കാര്യം? നീ എനിക്കെന്താ ആ കാര്യം ഓർത്ത് ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിക്കുക. അത് പിന്നെ അമ്മയാണല്ലോ അല്ലേ? അപ്പൊ ഇത്രയും കാലം ഈ 10-22 വർഷക്കാലം ഞാൻ കുരങ്ങ് കളിച്ചോ? അത് നീ എന്താ മനസ്സിലാക്കാത്തെ? എന്നെ ചതിക്കുമല്ലായിരുന്നു അവള് ചെയ്തേ. എന്നിട്ടോ അവൾ ഇപ്പോഴും കൂളായിട്ട് നടക്കുന്നു. ഒരിക്കലെങ്കിലും അവൾ ചെയ്ത തെറ്റിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഒരു തെറ്റും ചെയ്യാതെയാണ് ഞാൻ ഇത്രയും പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവള് തെറ്റ് ചെയ്ത് അവൾ ഇച്ചിരി അനുഭവിക്കട്ടെ. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്ന വെച്ചാൽ ഇങ്ങനൊരു കള്ളക്കഥ പറയണമായിരുന്നോ? കള്ളക്കഥ പറഞ്ഞാലേ മോളെ എനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? ഞാൻ പിന്നെ എന്താ പറയണ്ടേ അവളോട്? ഞാൻ സത്യാവസ്ഥയൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളില്ല, അവള് തീർന്നെന്ന് തന്നെ കൂട്ടിയാൽ മതി. നിന്റെ അമ്മ പിന്നെ ജീവനോടെ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. എന്ത് ചെയ്യണമെന്ന് മോള് തന്നെ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. അലീന അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല. കാരണം താൻ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടാണല്ലോ ഈ കുടുംബം ഇങ്ങനെയായി പോയെന്ന് പോലും അലീനയുടെ മനസ്സിലൊരു ചിന്തയുണ്ടായി. തനിക്കും ഇതിനകത്ത് പങ്കില്ലേ? അച്ഛന് പാവാണ്, അതുപോലെ തന്നെ അമ്മയ്ക്ക് സത്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പുറമേ വരുന്ന് പറയുന്നത്. ഒരുപക്ഷെ അമ്മയുടെ മനസ്സിൽ ആ പണ്ടുള്ള ആ തിക്താനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അമ്മയുടെ സ്വഭാവം ഇങ്ങനെ മാറിപ്പോയത്. മനുവേട്ടൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ആൻറ്റി പാവമായിരുന്നു, പിന്നീടാണ് ആൻറ്റിക്ക് ഈ മാറ്റങ്ങൾ സംഭവിച്ചതെന്ന്. ഒരുപക്ഷെ താൻ ജീവിച്ചിരിപ്പിടുന്ന വാർത്തയോ അതൊക്കെ ഓർക്കുമ്പോഴത്തേനും അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരിക്കും. അതൊന്നും പുറമേ കാണിക്കാത്തതായിരിക്കും എന്നൊക്കെ അലീന ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വൈജയുടെ അടുത്തേക്ക് ബബിത വന്നു. ബബിത വന്നിട്ട് എന്താ അമ്മ എന്തിനോ കൊല്ലപ്പള്ളി വീട്ടിൽ പോയെന്ന് ചോദിക്കാം. കൊല്ലപ്പള്ളി വീട്ടിൽ പോയത് എന്തിനാന്നോ? കൊല്ലപ്പള്ളി വീട്ടിൽ പോയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റി. അമ്മ എന്താ അമ്മ പറയണേ? അലീനയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തോ? അങ്കിള് നീക്കണം. തീരുമാനം എടുത്തു. ഇനിയിപ്പോൾ തീരുമാനം എടുക്കാൻ പോകുന്ന ആളെ ഞാനാ. നിന്റെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറയണേ. അതെന്തിനാമ്മേ? എന്താമ്മേ പ്രശ്നം? അതൊക്കെ പറയാ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി നേരെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് എന്നിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞു, ഇത്രയും കാലം നിങ്ങൾ എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേന്ന് ചോദിക്കണം. അപ്പോഴേക്കും ബാലേന്ദ്രൻ എഴുന്നേറ്റു. പറ്റിക്കാനോ? എന്തിന്? നിങ്ങളുടെ സ്വന്തം മകളെ, നിങ്ങളുടെ ചോരയിൽ പറഞ്ഞ മകളെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾ എന്താ പറഞ്ഞേ?
ജോലിക്കാരിയാണ് അമ്മയെ നോക്കാൻ കൊണ്ടുവന്നാന്ന്. എല്ലാം നിങ്ങളുടെ നല്ല പ്ലാനിങ്ങോടെ ചെയ്തല്ലേ ബാലേന്ദ്ര. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നീ എന്തൊക്കെയാ വൈജയ് പറയണേ? ഓ, ഒന്നും അറിയത്തില്ലാത്ത പോലെ. കൊല്ലപ്പള്ളി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ശിവേട്ടനൊക്കെ പറഞ്ഞ സത്യങ്ങൾ എന്തൊക്കെയാന്ന്. കല്യാണത്തിന് മുമ്പ് നിനക്കൊരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു, അതിനകത്തൊരു കുഞ്ഞുണ്ടായിരുന്നു. അതും പോട്ടെ, നിങ്ങൾ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു, വളരെ തന്ത്രപരമായിട്ട് ഇവിടെ പാർപ്പിച്ചു. ഒരിക്കലും ഞാനോ അല്ലെങ്കിൽ പുറത്തുള്ള ആരും ഈ സത്യങ്ങളൊക്കെ അറിയില്ല എന്ന് വിചാരിച്ചിട്ട്. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ആഹാ കൊള്ളാലോ, അപ്പം എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞില്ലേ? പിന്നെ അറിയാതിരിക്കുവോ? എൻ്റെ ആങ്ങളമാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അറിയാതിരിക്കുവോ? ദേ, നിങ്ങൾ എന്നെ പൊട്ടനായിക്കൊണ്ടിരിക്കുമായിരുന്നു ആണോ? അങ്ങനെ നിനക്ക് തോന്നിയോ? അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യുക, നിനക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു കഥയുണ്ടോ നീ എന്നോട് പറ, ഞാനും ഒരു പൊട്ടനാവാന്ന് പറഞ്ഞു. വൈജയന്തി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ബാലേന്ദ്രനെ തുടിച്ചു നോക്കി. നിങ്ങൾ എന്താ ബാലേന്ദ്ര പറയണമെന്ന് ചോദിക്കുക. അല്ല, എനിക്ക് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ പറ, നമുക്ക് പരസ്പരം കോംപ്രമൈസ് ആക്കാന്ന് പറയണം. അത് കേട്ടപ്പം വൈജയന്തി ഇങ്ങനെ രൂക്ഷമായിട്ട് ബാലേന്ദ്രനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒന്നെങ്കിൽ അലീന അല്ലെങ്കിൽ ഞങ്ങളിൽ ഒരാളോ ഇവിടെ കാണത്തുള്ളൂ, അല്ലാതെ ഈ വീട്ടിൽ ഞങ്ങൾ രണ്ടും കൂടെ ഒരിക്കലും വാഴത്തില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഓ അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, അലീന എന്താണെങ്കിലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പം അലീന ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട. ഓ, അപ്പം ഞാൻ ഇവിടുന്ന് പോകണമല്ലേ? അതാണ് പ്രശ്നമല്ലേ? നീ പോകണമെന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല, ഒരിക്കലും പറയത്തൊന്നുമില്ല. നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ചെയ്തോ. അലീന ഉള്ളതിൻ്റെ പേരിൽ നിനക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ ഞാൻ നിന്നെ പിടിച്ചു നിർത്തത്തൊന്നുമില്ല, ഇറങ്ങിപ്പോകാനും പറയത്തില്ല. നിന്റെ തീരുമാനത്തിന് ഞാൻ വിട്ടു വന്നിരിക്കുന്നു. അതോടെ കേട്ടപ്പം വൈജയ്ക്ക് ദേഷ്യമായി. ഓ, ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നേക്കാളും എൻ്റെ മക്കളെക്കാളും നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ ഇന്നലെ വന്ന് കയറി ആ മകളാണ്, അവിഹിത സന്തതിയാണല്ലേ. ആയിക്കോ, നിങ്ങൾ സന്തോഷവും സുഖത്തോടെ അങ്ങോട്ട് ജീവിച്ചോ, ഞാൻ എൻ്റെ കൂടുതലൊന്നും പറയുന്നില്ല. അതും പറഞ്ഞിട്ട് വൈജയന്തി വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതേ സമയം ബാലേന്ദ്രൻ വൈജയെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒന്ന് നിൽക്കാൻ പറയാണ്. നിന്നു. നീ നിന്റെ അഹങ്കാരം കാണിച്ച് പോയിട്ടാണെങ്കിൽ നഷ്ടം നിനക്ക് തന്നെയായിരിക്കും വൈജയെന്ന് പറഞ്ഞു. അതെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട്, ബാലേന്ദ്രൻ്റെ ഭാര്യയായിട്ട് കഴിയണമല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഭർത്താവായിട്ട് നിങ്ങൾ വേണമെന്ന് ഞാനൊന്ന് തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് വൈജയന്തി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നത്. ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതൊന്ന് ചിരിച്ചു. ബാലേന്ദ്രന് എന്തോ മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നി, കാരണം ഇവൾ ഇത്രമാത്രം ദേഷ്യപ്പെടുന്നുണ്ട് തന്നോട്. അപ്പം തൻ്റെ മനസ്സിലെ വേദന, ഇത്രയും കാര്യം ഇവള് തന്നെ വഞ്ചിച്ചിട്ട് ഇവളുടെ മനസ്സിലൊരു ഇത്തിരി പോലും വിഷമമില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ ബാലേന്ദ്രനും ഉണ്ടായി. അങ്ങനെ വൈജ മുറിയിലേക്ക് എന്നിട്ട് തൻ്റെ ബാഗിനകത്തേക്ക് ഡ്രസ്സൊക്കെ വെക്കുമ്പോഴത്തേനും രോഹിതും ബബിതയും കൂടെ വന്നിട്ട് ചോദിച്ചു, അല്ലമ്മേ, അമ്മ ഇത് എങ്ങോട്ടാ? എന്തിനാ ഞാനിവിടെ നിൽക്കുന്നേ? ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അച്ഛൻ്റെ മോളുണ്ടല്ലോ. മോളോ? ഏത് മോള്? കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലേ? ഹലീനി ഉണ്ടല്ലോ, നിങ്ങളുടെ അച്ഛൻ്റെ മോളാണ്. ചെന്ന് ചോദിച്ചു നോക്ക് നിങ്ങളുടെ അച്ഛനോട്. ഞാനും നിങ്ങളുടെ അച്ഛനും തമ്മിൽ വിവാഹം നടക്കുന്നതിന് മുമ്പ് ഉണ്ടായ അവിഹിത സന്തതി അവള്, അതുകൊണ്ടാണ് നിങ്ങളെ അച്ഛൻ അവളെ പറഞ്ഞു വിടാത്തതെന്ന് പറഞ്ഞു. ഒരു നിമിഷം ബബിതയും രോഹിതും ഒക്കെ ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുകയാണ്. രോഹിത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ, കാരണം രോഹിത് അവളോട് ചെയ്ത പ്രവർത്തികൾ രോഹിത്തിൻ്റെ മനസ്സിലേക്ക് വന്നു. ബബിത ചോദിച്ചു, അമ്മ എന്ത് പൊട്ടത്തരമൊക്കെ അമ്മയെ വിളിച്ചു പറയണേ? പൊട്ടത്തരമൊന്നുമല്ല, നിന്റെ അച്ഛൻ തന്നെ എൻ്റെ ആങ്ങളമാരോട് പറഞ്ഞ കാര്യം ഇത്. അങ്ങനെയുള്ള ഈ വീട്ടിൽ ഞാൻ നിൽക്കണോ? നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ട് ബബിത പറഞ്ഞു, ഓ വരാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഒരു കാര്യം ചെയ്യ, നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ ജീവിച്ചോ, അല്ലെങ്കിൽ ഞാൻ എന്തിനാ നിങ്ങളെ കൊണ്ടുപോകുന്നേ? നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മ ഇപ്പം ഈ രാത്രി സമയത്ത് എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. വൈജയന്തിക്ക് അവിടെ നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വൈജയന്തി എന്ത് ചെയ്യുക, ബാഗിനകത്തേക്ക് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നേരെ കാറിനകത്തേക്ക് കൊണ്ട് വെച്ച് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. നല്ല സ്പീഡിൽ തന്നെ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഇതേ സമയത്ത് ബബിതയ്ക്കും രോഹിത്തിനും ഒക്കെ ഭയങ്കര വിഷമമായിപ്പോയി. അമ്മ ഇറങ്ങിപ്പോയല്ലോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് സങ്കടമായി. അലീൻ്റെ ബാലേന്ദ്രനോട് ഇന്ന് കാര്യം പറയണം. അച്ഛാ, മാഡ് ഇവിടുന്ന് പോയി, എന്തൊക്കെയാണോ അത് ശരിയായില്ല. കാരണം ഇനിയിപ്പോൾ കൊല്ലപ്പള്ളി വീട്ടിലേക്കായിരിക്കും മിക്കവാറും പോയിട്ടുണ്ടായിരിക്കുക. എന്നാലും എത്ര ദിവസം എന്ന് വെച്ചാൽ അങ്ങനെ മാറി നിൽക്കുന്നേ. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അവൾ പോയതുപോലെ തന്നെ ഇങ്ങോട്ട് തിരികെ വന്നോളൂ. അവളുടെ സ്വഭാവം എനിക്കറിയാവുന്ന, കാരണം നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. അതെ, വേണമെങ്കിൽ ഞാൻ മാറിക്കൊടുക്കാം. ഇനിയിപ്പം ഞാനിവിടെ ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എങ്കിൽ ഞാൻ മാറിക്കൊടുക്കാമെന്ന് പറഞ്ഞു. എങ്ങോട്ട് മാറിക്കൊടുക്കാനായിട്ട്? നീ ഒരിടത്തും മാറിക്കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അലീനയ്ക്ക് സങ്കടം, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഒടുവിൽ അലീന മണിശങ്കറെ വിളിക്കുകയാണ്. മണിശങ്കറെ വിളിച്ചിട്ട് വൈജേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ പറയണം. അതെ, അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ആകെ പടയൊരു വിഷമമുണ്ട് മനുവേട്ട, എനിക്ക് എന്താണെന്ന് അറിയില്ല. മണിശങ്കർ പറഞ്ഞു, ആൻറ്റി അവിടെ നിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ നേരെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരത്തുള്ളൂ.
ആൻറ്റിക്ക് എടുത്തിയാട്ടും ഇത്തിരി കൂടുതലാ, നീ അതൊന്നും കാര്യമാക്കണ്ട. അല്ല അച്ഛനിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. അത് കേട്ടപ്പം മനു പറഞ്ഞു, അച്ഛനിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടെന്ന്. അല്ല നീ എന്താ നിന്റെ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാത്തേ? അലീന പറഞ്ഞു, അത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും കാലം അങ്കിളിനെ വഞ്ചിച്ച ആൻറ്റി, എന്നിട്ടോ ഇപ്പൊ അങ്കിളിനൊരു അവിഹിത ബന്ധമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആൻറ്റിക്ക് സഹിക്കാൻ പറ്റിയില്ല. ആൻറ്റി പെട്ടിയും കിടക്കി എടുത്തോണ്ട് പോന്നു. അങ്ങനെയാണെങ്കിൽ അങ്കിൾ എന്തായിരുന്നു ചെയ്യണ്ടേ? അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, എനിക്കറിയാം മനുവേട്ടാ, പക്ഷെ ഞാൻ കാരണം ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. തൽക്കാലത്തേക്ക് നീ വിഷമിക്കണ്ട, എല്ലാ കാര്യങ്ങളും കലങ്ങി മറിയും എന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മാറും, എല്ലാം കലങ്ങി തെളിയും. നീ ധൈര്യമായിട്ടിരിക്കുക. എന്നാലും അങ്ങോട്ട് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് അമ്മ വരുവാണെന്ന് വിളിച്ചു പറയണേ. ഞാൻ വിളിച്ചു പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് മനുഷ്യങ്കർ കോള് കട്ട് ചെയ്യുന്നത്. അലീനയ്ക്ക് പിന്നെയും വിഷമമായി. അലീന രേവതിക്കുട്ടിയെ വിളിക്കുകയാണ്. രേവതിക്കുട്ടിയെ വിളിച്ച് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അല്ല ആ ബാലേന്ദ്ര സാർ എന്തിനാ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞേ? ആ വൈജമാടത്തിന്റെ മോളാണ് അലീന ചേച്ചി ഞങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നോ? ഇങ്ങനൊരു കള്ളത്തരം പറയേണ്ട കാര്യമുണ്ടോ? എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അത് മോളെ, ഒരു കുടുംബം തകർന്നു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. ഒരു പക്ഷേ ഇത് അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മ എന്തേലും കടുങ്കൈ ചെയ്യുന്നൊക്കെ അച്ഛൻ പറയണേ. എന്നാലും ഇത് കുറച്ച് ക്രൂരതയായി പോയിട്ടോ. പാവാ സാറ് എല്ലാവരുടെ മുന്നിൽ വീണ്ടും നാണം കിട്ടില്ലേ? അതൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്കറിയില്ല ഞാൻ വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ. സാരമില്ല ചേച്ചി, ചേച്ചിയുടെ പെറ്റമ്മയല്ലേ. ഇത്രയും കാലം ഒരു അമ്മയുടെ സ്നേഹം കിട്ടാതെ ചേച്ചി അവിടെ കഴിഞ്ഞില്ലേ? ഒരു പക്ഷെ അതിന് ദൈവം കൊടുക്കുന്ന ശിക്ഷയായിരിക്കും ആ സ്ത്രീക്കെന്ന് പറഞ്ഞു. എനിക്ക് എന്താണല്ലോ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, എന്നാലും ഒരെന്നാലും ഇല്ല. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, ചേച്ചിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പം അവരൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. പിന്നീടാണ് അലീന ആ കാര്യം പറയുന്നത്. മനുവേട്ടൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന്. അത് കേട്ടപ്പം രേവതിക്കുട്ടി ചോദിച്ചു, എന്നിട്ട് എന്താവാനായിട്ടാ? മനുവേട്ടൻ എന്നെ കുറേ ചോദ്യം ചെയ്തു, കുറെ സങ്കടപ്പെട്ടു. ഞാൻ ഈ കാര്യങ്ങൾ മനുവേട്ടനോട് പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട്. ശരിയല്ലേ, മനുവേട്ടനോടെങ്കിലും ചേച്ചി ആദ്യം ഈ കാര്യങ്ങളൊക്കെ പറയണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ഇനിയിപ്പോൾ വിഷമിക്കേണ്ട, ആ കാര്യം ഒന്ന് ഓർത്ത് ചേച്ചി സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അലീനയെ ആശ്വസിപ്പിച്ചു. വൈജയന്തി പോയതോടുകൂടി അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. രാത്രിക്കല്ലേ പോയത്, ഈ സമയം വൈജയന്തി ഇങ്ങനെ നല്ല സ്പീഡിൽ തന്നെ കാർ ഓടിക്കുവാണ്. രാത്രിയായിരുന്നല്ലോ, കുറേ ഇഷ്ടം പോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് വൈജയന്തിയുടെ മനസ്സിൽ ശിവശങ്കരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അലീന അവിഹിത സന്തതിയാണ്, ബാലേന്ദ്രൻ്റെ മോളാണ്. അത് ചിന്തിക്കുന്തോറും വൈജയന്തിയുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു വിഷമമാണോ സങ്കടമാണോ ദേഷ്യമാണോ വൈജയന്തിക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെപ്പാടെ സമനില തെറ്റ മട്ടില്ല. നല്ല സ്പീഡായിരുന്നു കാറിന്. സ്പീഡ് കൂടുന്നതൊന്നും വൈജയന്തി അറിയുന്നുണ്ടായിരുന്നില്ല. 1-2 സ്ഥലത്തോടെ ഇങ്ങനെ സ്പീഡിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും എതിരെ വന്ന വണ്ടിക്കാരൊക്കെ വൈജയന്തി ചീത്ത പറയുന്നുണ്ടായിരുന്നു. പക്ഷെ വൈജയന്തി അതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. വൈജയന്തിയുടെ മനസ്സിൽ അലീനയും ബാലേന്ദ്രനും അവരുമായിട്ട് ബന്ധപ്പെട്ട ഈ സംഭവങ്ങളും മാത്രമാണ്. അങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അങ്ങോട്ട് പോവാണ്. തന്നെ ബാലേന്ദ്രൻ ചതിച്ചെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും എതിരെ ഒരു വാഹനം വരുവാണ്. ഇടിച്ചെന്ന് പറയുന്ന മട്ടി വന്നപ്പോഴത്തേനും പെട്ടെന്ന് വൈജയന്തി വെട്ടിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു കാറിനിട്ട് ഇടിക്കാൻ പോയി. വൈജയന്തിക്ക് ബാലൻസ് കിട്ടിയില്ല. അത്രയ്ക്കും നല്ല സ്പീഡിലായിരുന്നു വൈജയന്തി വന്നേ. കാറ് തകടം മറിഞ്ഞു. കുറേ ദൂരം കാറങ്ങോട്ട് തലയും കുത്തി മറിഞ്ഞുകൊണ്ട് പോവാണ്. ഒരലറിക്കരച്ചിൽ മാത്രം അതിനകത്തൊന്നും കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ആൾക്കാരൊക്കെ വണ്ടി നിർത്തി ഓടി വരുവാണ്. വൈജയന്തിക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല, കാരണം ജീവനുണ്ടോയെന്ന് പോലും അറിയത്തില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു. കാറ് വെട്ടിപ്പൊളിച്ചാണ് ആൾക്കാർ വൈജയന്തിയെ പുറത്തിറക്കുന്നത്. എന്താ ഏതാന്നൊന്നും ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ജീവനുണ്ടോയെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പിന്നീട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഇനിയിപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അലീനയുടെയും ബാലേന്ദ്രൻ്റെയും ഒക്കെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. താൻ കാരണമുള്ള തൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ദുരന്തം ഉണ്ടായെന്ന് ഓർത്ത് അലീനയ്ക്ക് വിഷമം ഉണ്ടാവും. പക്ഷേ ബാലേന്ദ്രൻ എന്താണ് ഏതാണെന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ വൈജയന്തിക്ക് ചിലപ്പോൾ ആക്സിഡൻറ്റോടെ വല്ല മനമാറ്റം ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. വൈജയന്തി ജീവനും മരണത്തോടും പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ വൈജയന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും കരയാനും അലീനയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അമ്മയെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് പറ്റുമായിരുന്നോ? ഒരുപക്ഷെ ഇതോടുകൂടി വൈജയന്തി സത്യങ്ങളൊക്കെ ചിലപ്പോൾ തിരിച്ചറിയായിരിക്കും. അലീന ആരാണ്, തൻ്റെ മോളാണ്. കാരണം വൈജയന്തി വീട്ടിലേക്ക് വന്നാൽ ശുശ്രൂഷിക്കാനായിട്ട് ആൾ വേണമല്ലോ. അലീന ആയിരിക്കുള്ളൂ ശുശ്രൂഷിക്കുള്ളൂ. വൈജയന്തി ആദ്യമൊന്നും അടുപ്പിച്ചില്ലേലും വീണ്ടും അലീനയുടെ സഹായം തേടേണ്ടി വരും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഓരോ ദിവസവും നമ്മളിങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.